അല്ല മോളെ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഡ്രൈവിംഗ് ഒക്കെ? എന്താണെന്നറിയോ, അടുക്കളയിൽ നിന്ന് സമയം കിട്ടുന്നില്ല പണി കഴിഞ്ഞിട്ടേ പഠിക്കാനൊന്നും പോകാൻ വേണ്ടിയിട്ട്. ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇൻഷാ അല്ലാ ഞാൻ പോകും. അല്ല മോളെ ഈ അല്ലേ PG ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്തായി? അതെന്താണെന്നറിയോ, അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും ഈ റേഞ്ചിൽ ഇനി പഠിക്കാൻ പോകുന്നൊക്കെ നാട്ടിലൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഈ അല്ലേ നാളെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, സ്വന്തമായിട്ടൊരു സംരംഭം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, എന്തായി? അതെന്താ വെച്ചാൽ ഒരു ബിസിനസ് ഐഡിയ നല്ലൊരു അടിപൊളി ഐഡിയ എൻ്റെ അടുത്തുണ്ട്. നല്ല എല്ലാതും ഞാൻ കുറച്ച് സ്റ്റഡിയൊക്കെ ചെയ്തതാണ്. പക്ഷേ അവിടെ ഇറങ്ങാനായിട്ട് പറ്റില്ല. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുകയാണെ ഓൾ വലിയ ബിസിനസ് ഏരിയയാണ്, ബിസിനസ് തുടങ്ങാൻ പോകുന്നൊക്കെ. അങ്ങനെ എല്ലാവരും എന്താ വിചാരിക്കാൻ അങ്ങനെ ഇതാക്കിയിട്ട് എനിക്കങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതാണ്. അല്ല മങ്ങളല്ല എന്നാൾ പറഞ്ഞിരുന്നു ഉപ്പാനും കൂട്ടിയിട്ട് ലോകം വേൾഡ് ഫുള്ളൊന്ന് കറങ്ങിയിട്ട് വരണം എന്നൊക്കെ. അതിൻ്റെ പ്ലാൻ എന്താ? ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് ലോകം ചുറ്റാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയില്ലേ, ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് ഒരു ഇങ്ങനെ നാളൊക്കെ ചുറ്റാൻ പോയിക്കണ നാട്ടുകാരൊക്കെ എന്താ പറയുക? അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ചുറ്റിൽ. അവരെ മെൻഷൻ ചെയ്യുക, അവരോട് പറയുക നമ്മുടെ ലൈഫ് ഒന്നുകൂടി നമ്മളെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ജീവിക്കുക. താങ്ക് യു സോ മച്ച്.